നമസ്കാരം. തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല ചിന്താഗതിയിലും കെ മുരളീധരൻ വട്ടപൂജ്യമാണ്. അദ്ദേഹം നടത്തിയ ഒരു പരാമർശമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. മാനവീയം വീതിയെക്കുറിച്ചാണ് അദ്ദേഹം മോശമായ രീതിയിൽ ചിത്രീകരിച്ചത്. രാത്രിയിൽ ഇൻഡോറിൽ നടക്കേണ്ട കാര്യങ്ങൾ ഔട്ട്ഡോറിൽ നടക്കാനുള്ള സംവിധാനമാണ് മാനവീയത്തിലുള്ളതെന്നും മറ്റു പല ഏർപ്പാടുകൾക്കുമുള്ള സൗകര്യമാണ് മാനവീയതയിൽ ഒരുക്കിയിരിക്കുന്നതെന്നുമാണ് തിരുവനന്തപുരത്ത് നടന്ന യൂത്ത് കോൺഗ്രസ് പരിപാടിയിൽ കെ മുരളീധരൻ പറഞ്ഞത്. ഒരു കോൺഗ്രസ് നേതാവിന്റെ വായിൽ നിന്നും വന്ന ഇത്തരം നിലപാട് തീർത്തും അപലപനീയമാണ്. ഏതോ കാലത്ത് വിശ്വസിച്ചു പോന്നിരുന്ന കൂടോത്രം പോലെയുള്ള പ്രവർത്തനങ്ങളെ ഇപ്പോഴും കൊണ്ടു നടക്കുന്നവർക്ക് ഇത്തരം ചിന്താഗതികളും ഉണ്ടാകുമെന്നാണ് മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഇത് കെ മുരളീധരന്റെ ചിന്താഗതി മാത്രമാണോ അതോ കോൺഗ്രസിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും ഇതേ ചിന്താഗതിയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്രമേൽ അതം പതിച്ചു പോയോ കോൺഗ്രസ്? എത്ര ദുഷിച്ച ചിന്താഗതിയാണ് ഇവർ ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്? എന്തായാലും പ്രസ്താവന വിവാദമായിരിക്കുകയാണ്. മാനവീയം വിരുദ്ധ പ്രസ്താവനയ്ക്കെതിരെ മാനവീയം തിരുവിടം കൾച്ചർ കളക്റ്റീവ് രംഗത്ത് വന്നിരിക്കുകയാണ്. മുരളീധരന്റെ അധിക്ഷേപം കലാ ആസ്വാദക സമൂഹത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് മാനവീയം തിരുവിടം കൾച്ചർ കളക്റ്റീവ് പ്രതികരിച്ചു. പ്രസ്താവന പിൻവലിച്ച് ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അവർ അറിയിച്ചിരിക്കുകയാണ്. വെറുപ്പും വിദ്വേഷവും മാത്രം ചവച്ചു തുപ്പുന്ന വലതുപക്ഷത്തിന്റെ അജണ്ടയാണ് ഇവിടെ പ്രകടമായത്. കലകളെയും പൊതുയിടങ്ങളെയും ശിഥിലമാക്കാനുള്ള പ്രവണതയായി മാത്രമേ ഇതിന് വിലയിരുത്താവൂ. രാവും പകലും ആഘോഷിക്കാൻ ഒരിടം, അതാണ് മാനവീയം. ആട്ടവും പാട്ടവും സൗഹൃദവും പങ്കിടുന്ന ഇടം. സ്ത്രീകൾ, കുട്ടികൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, വയോധികർ, ട്രാൻസ്ജെൻഡർ, തൊഴിലാളികൾ എന്നിവർ ഉൾപ്പെടെ പ്രതിദിനം നൂറുകണക്കിന് പേരാണ് മാനവീയം വീതിയിലൂടെ കലാ സാംസ്കാരിക മേഖലയ്ക്ക് സംഭാവന നൽകി വരുന്നത്. ഇങ്ങനെ ഒരുപാട് പേർ ഒത്തുകൂടുന്ന ഇടം കൂടിയാണിത്. പരസ്പരം സ്നേഹവും സൗഹൃദവും പങ്കിടുന്നതിന് വേണ്ടിയാണ് ഇവർ ഒത്തുകൂടുന്നത്. ചിലപ്പോഴൊക്കെ മനുഷ്യരുടെ വേദന മറച്ചുവെക്കാനും അല്പനേരത്തിന് സമാധാനത്തിനു വേണ്ടിയും ഒത്തുചേരുന്നവരും അവിടെയുണ്ട്. അങ്ങനെയുള്ള ഇടങ്ങളെ ശിഥിലമാക്കും തരത്തിൽ അപമാനിച്ച കെ മുരളീധരൻ മാപ്പ് പറയുക തന്നെ വേണം. ഇങ്ങനെ ചിന്താഗതിയുള്ള മുരളീധരൻ തൃശൂരിൽ 3-ാം സ്ഥാനത്തേക്ക് പോയതിൽ തെറ്റു പറയാനാവില്ല. ജനങ്ങൾ കണ്ടറിഞ്ഞാണ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയത്. തോൽവിയിലും പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, സദാചാര വേലികൾ തീർത്തുകൊണ്ട് സമൂഹത്തെ അപമാനിക്കാനുമാണ് ശ്രമിക്കുന്നത്. ആദ്യം ചിന്താഗതിയിൽ മാറ്റം കൊണ്ടുവരണം, എന്നിട്ട് വേണം 4 ആൾ കൂടുന്നിടത്ത് സംസാരിക്കാൻ. അല്ലാത്ത പക്ഷം നിരന്തരം മാപ്പ് പറയേണ്ടി വരും.